ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾക്കൊരു വർഗീയ വിരുദ്ധ സംവിധാനമാക്കി മാറ്റാൻ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും കേരളീയ പൊതുസമൂഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയും കഴിയില്ല. പക്ഷേ അവരുമായി സഹകരിക്കുന്നവർക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ടോ? അവരെ അകറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം UDF നേതൃത്വത്തിനുണ്ടോ, കോൺഗ്രസിനുണ്ടോ, ലീഗിനുണ്ടോ? ചോദ്യം അതാണ്. നിങ്ങളുടെ നിലപാട് വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു ആശങ്കക്കും ഇടയില്ലാതെ പറയാൻ കഴിയും, ജമാഅത്തെ ഇസ്ലാമി എന്നല്ല ഒരു വർഗീയവാദിയുടെയും വോട്ട് LDF-ന് വേണ്ട. ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വർഗീയവാദികൾ ഒരു മനുഷ്യരായിക്കൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ എന്താ സൂചിപ്പിച്ചത്, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുടെയും നിരുപാധിക പിന്തുണ എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നിരുപാധിക പിന്തുണയല്ല. ഈ പിന്തുണയുടെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദത്തിന്റെ സംഘടനയല്ല എന്ന അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഒരു UDF-നെ പോലെ മതേതര നിലപാട് സ്വീകരിക്കേണ്ട ഒരു മുന്നണി ഇവിടെ പറയുന്നത് എന്താണ്? വെൽഫെയർ പാർട്ടി അവർ ആ നിലപാടൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ മൗദൂദി ഒന്നല്ല അവരുടെ ആശാൻ, ഇപ്പോ മതരാഷ്ട്രവാദം അവരുടെ ഭാഗമല്ല എന്ന് കോൺഗ്രസ് പറയുന്ന ഗതികേടിലേക്ക് ഈ കേരളത്തിലെ കോൺഗ്രസ് എത്തിയില്ലേ? ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു മതനിരപേക്ഷ ചേരിയെ കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ കോൺഗ്രസിനില്ലേ? ആ കോൺഗ്രസ് ആ ഉത്തരവാദിത്തം മറക്കുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് 9 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നു? കേവലം രാഷ്ട്രീയ വിജയങ്ങൾക്ക് വേണ്ടി ഏത് വർഗീയവാദിയുമായി സന്ധി കൂടാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണ്? ഇപ്പോ അൻവറിനെ പോലെയുള്ള ആളുകളെ UDF-ൽ എടുക്കാതെ ആരെ അവർ UDF-ൽ എടുക്കുന്നത്? മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-ൽ എടുക്കുന്നത്. അപ്പോ ഈ വർഗീയവാദികൾക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്ന സമീപനം ഈ UDF സ്വീകരിക്കുകയാണ്. ഇതിനെ ഈ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്.